അടുത്തതായി സാക്ഷ്യം നൽകുന്നു ഇമ്മാനുവേൽ. എൻ്റെ പേര് ഇമ്മാനുവല്. ഞാനിവിടെ സ്ഥലം പുതുക്കാട് നിന്നാണ് വരുന്നത്. ജെറുസലേംനാഥൻ എനിക്ക് നൽകിയ അനുഗ്രഹങ്ങളെ പറ്റി പറയാനാണ് ഞാൻ ഇന്നിവിടെ സാക്ഷ്യപ്പെടുത്തിയിരുന്നത്. എൻ്റെ വൈഫിന് പ്രഗ്നൻസിയുടെ ടൈമിൽ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. അപ്പോൾ ഒരു ക്രിസ്തുമസ് ദിവസം 2022 ഡിസംബർ 25-ാം തീയതി ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടായ ഉണ്ണി മിസ്കാരേജ് ആയി പോയി. ദൈവം അനുഗ്രഹിച്ച് ഞങ്ങൾ ഏപ്രിലിൽ വീണ്ടും എൻ്റെ ഭാര്യ വീണ്ടും പ്രഗ്നൻ്റായി. വീണ്ടും ബ്ലീഡിങ്ങും കാര്യങ്ങളായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു. ഫസ്റ്റ് തന്നെ ഹാർട്ട് ബീറ്റ് കിട്ടാണ്ടിരുന്നു. രണ്ടാം വട്ടം വീണ്ടും ബ്ലീഡിങ് വന്ന സമയത്ത് ഞാൻ ഇവിടെ വന്ന് ജെറുസലേമിൽ വന്ന് പട്ടത്തച്ഛനെ കണ്ട് അച്ഛൻ്റെ ഭാര്യനെ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ആൾ ഡിസ്ചാർജ് ചെയ്ത് തിരികെ വീട്ടിൽ വന്നു. അടുത്തൊരു ക്രിസ്തുമസ് ദിവസം എനിക്ക് എൻ്റെ മോളെ ഞങ്ങളുടെ മീറ മോളെ ഞങ്ങൾക്ക് ദൈവം തന്ന് അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ മോൾക്ക് 28 ദിവസമായപ്പോൾ ഞെട്ടി വിറയ്ക്കുന്നതായിട്ട് കണ്ടു. ഇടയ്ക്കിടയ്ക്ക് ഇനി ഞെട്ടി വിറയ്ക്കുന്നു. ഞങ്ങൾ 2 ഡോക്ടർമാരെ പോയി കണ്ടു, ന്യൂറോ സർജനൊക്കെ കണ്ടു. സ്കാനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു, ബ്ലഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞു, അതൊക്കെ നോർമലായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് നേരെ റിസൾട്ട് വാങ്ങിയപ്പോൾ എല്ലാം നെഗറ്റീവായിരുന്നു. അവിടെ നിന്ന് നേരെ ഞങ്ങൾ ഇവിടെ വന്നു. ഇവിടെ നിന്ന് തൊട്ടിൽ സമർപ്പണ പ്രാർത്ഥനയായിരുന്നു. അപ്പോൾ അവിടെ തൊട്ടിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ പട്ടത്തച്ഛൻ വിളിച്ചു പറഞ്ഞു, ഉദരത്തിൽ വെച്ച് പേടി തട്ടിയ അമ്മയും കുഞ്ഞിനെയും ദൈവം തൊടുന്നു എന്ന്. ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇതുവരെയായിട്ടും ഞങ്ങളുടെ മോൾക്ക് ഞെട്ടി വിറയ്ക്കുന്നതായിട്ട് പിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല. നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. വലിയൊരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. വർഷങ്ങളായി കാത്തിരുന്ന് ഒരു കുഞ്ഞിനെ കൊടുത്ത് ഈശോ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ആ കുഞ്ഞിനുണ്ടായിരുന്ന പേടിയും കാര്യങ്ങളൊക്കെ ഇവിടെ തൊട്ടിൽ സമർപ്പണം നടത്തുകയും അതുപോലെ പട്ടത്തച്ഛൻ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് പട്ടത്തച്ഛൻ ഇവിടെ ആ പ്രാർത്ഥന സമയത്ത് മെസ്സേജ് പറഞ്ഞു. പേടി തട്ടുന്ന ഒരു കുഞ്ഞിനെ സുഖപ്പെടുത്തുന്നതായിട്ട് തീക്ഷ്ണമായിട്ട് അവർ പ്രാർത്ഥിച്ചു. അങ്ങനെ ശക്തമായ ഒരു ദൈവത്തിന്റെ ഇടപെടൽ നമ്മുടെ മുൻപിൽ നമ്മൾ കാണുകയാണ്, നമ്മൾ സാക്ഷ്യം വഹിക്കുകയാണ്. കാരണം നമ്മൾ ഉയർത്തി അടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. കരങ്ങൾ അടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ആ കുഞ്ഞൊരു വചനം പറയുന്നതാണ് നമ്മൾ കേട്ടത്.